നമസ്കാരം, ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. കരൂർ ദുരന്തത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് മദ്രാസ് ഹൈക്കോടതി. IG അസ്ര ഗാർഗ് നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ കോടതി തള്ളി. നടൻ വിജയ്ക്ക് രൂക്ഷ വിമർശനം. റാലിക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയില്ലെന്നും കോടതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കും. സംസ്ഥാന നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയ ശേഷം പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറി. ബിനു ചുള്ളിയിൽ, OJ ജനീഷ്, അബിൻ വർക്കി, KM അഭിജിത്ത് എന്നിവരാണ് സാധ്യതാ പട്ടികയിലുള്ളത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുമെന്ന് ദേവസ്വം പ്രസിഡന്റ്. പൂജാവധി കഴിഞ്ഞയുടൻ ഹൈക്കോടതിയെ സമീപിക്കും. 1999 മുതൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും ശ്രീകോവിൽ വാതിൽ പലയിടത്ത് പൂജ ചെയ്തതും അന്വേഷിക്കണമെന്ന് PS പ്രശാന്ത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി VN വാസവൻ. ഒപ്പം മേൽനോട്ടം വഹിക്കാൻ ജഡ്ജിയെ നിയമിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ ആരാണെന്ന് പുറത്തുവരട്ടെ. അയ്യപ്പന്റെ മുതൽ ആരു കൊണ്ടുപോയാലും പിടികൂടുമെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം പള്ളിക്കത്തോട് ഇളമ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ശബരിമലയിലെ വാതിൽപ്പാളി എത്തിച്ചിരുന്നെന്ന് ഭാരവാഹികൾ. 2019 മാർച്ച് 10 ക്ഷേത്രത്തിൽ പൂജകൾ നടന്നിരുന്നു. പൊതുസമ്മേളനത്തിൽ നടൻ ജയറാം പങ്കെടുത്തു. ഇളമ്പള്ളി ക്ഷേത്രത്തിൽ നിന്നാണ് വാതിൽപ്പാളി ശബരിമലയിലേക്ക് കൊണ്ടുപോയതെന്നും ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മീഡിയ വണ്ണിനോട്. ഇടുക്കി ബൈസൺ വാലിയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കൈകാലുകളിൽ മുറിവേറ്റ നിലയിൽ തോട്ടിലാണ് മൃതദേഹം കണ്ടത്. മൃതദേഹം അന്യസംസ്ഥാന തൊഴിലാളിയുടേതെന്ന് പ്രാഥമിക നിഗമനം. എയ്ഡഡ് ഭിന്നശേഷി നിയമനത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. 7-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. പാർട്ടി ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. എയ്ഡഡ് ഭിന്നശേഷി നിയമനത്തിലെ സർക്കാർ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് മോൻസ് ജോസഫ് MLA പറഞ്ഞു. തൃശൂർ മറ്റത്തൂർ ഇത്തുപ്പാടത്ത് കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 17-കാരി മരിച്ചു. ഇത്തുപ്പാടം സ്വദേശി ഷാജിയുടെ മകൾ നിരഞ്ജനയാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് ഇത്തുപ്പാടം ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം. എറണാകുളം ഇടക്കൊച്ചിയിൽ വീടിന് തീപിടിച്ചു. വീടിനുള്ളിലെ വസ്തുക്കൾ കത്തിനശിച്ചു. ആളപായമില്ല. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. 1999 വിജയ് മല്യ സമർപ്പിച്ചത് സ്വർണ്ണപ്പാളി തന്നെയെന്ന് ശബരിമല മുൻ തന്ത്രി കണ്ഠരര് മോഹനൻ. അന്ന് 30 കിലോയോളം സ്വർണം ഉപയോഗിച്ചു എന്നാണ് അറിവ്. ദ്വാരപാലക ശില്പപ്പാളികൾ പുറത്തു കൊണ്ടുപോയി പൂജിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. വിവാദങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കണ്ഠരര് മോഹനൻ പറഞ്ഞു. സുൽത്താൻ ബത്തേരിയിൽ KSRTC ബസ് ഇടിച്ച് വയോധികൻ മരിച്ചു. കരടിപ്പാറ പാമ്പള സ്വദേശി കുഞ്ഞപ്പനാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന്റെ 5 F-16 വിമാനങ്ങൾ തകർത്തെന്ന് വ്യോമസേനാ മേധാവി AP സിംഗ്. ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തകർത്തു എന്നത് പാകിസ്ഥാൻ മെനഞ്ഞ കഥയാണ്. 4 ദിവസം കൊണ്ട് പാകിസ്ഥാൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നു. ഇതുവരെയുള്ള യുദ്ധതന്ത്രങ്ങളാവില്ല ഇനിയുള്ളതെന്നും AP സിംഗ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാലയിൽ ചോദ്യപേപ്പർ ചോർച്ച. തൃശൂർ പൊയ്യ സ്റ്റെല്ല മേരീസ് കോളേജിലെ അധ്യാപകനാണ് ചോർത്തി നൽകിയത്. അധ്യാപകൻ ചോദ്യപേപ്പർ വാട്സ്ആപ്പ് വഴി പ്രചരിപ്പിച്ചു എന്നാണ് പരീക്ഷാ വിജിലൻസ് സ്ക്വാഡിന്റെ കണ്ടെത്തൽ. ജൂൺ 11 നടന്ന 4ാം സെമസ്റ്റർ ഡിഗ്രി പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ചോർന്നിരുന്നത്. ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് വൈസ് ചാൻസലർ പരീക്ഷ റദ്ദാക്കി. റാപ്പർ വേടന്റെ ഗാനം കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തുമെന്ന് ബോർഡ് ഓഫ് സ്റ്റഡീസ്. വേടന്റെ ഗാനം സിലബസിൽ ഉൾപ്പെടുത്തേണ്ടെന്ന സർവകലാശാല മലയാള വിഭാഗം മുൻ മേധാവി MM ബഷീർ നൽകിയ റിപ്പോർട്ട് തള്ളിയാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് തീരുമാനം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ABVP പ്രവർത്തകരും ഇടത് സംഘടനാ പ്രവർത്തകരും തമ്മിൽ സംഘർഷം. UAPA ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന JNUവിലെ മുൻ വിദ്യാർത്ഥി നേതാവ് ഷർജീൽ ഇമാം, ഉമർ ഖാലിദ് എന്നിവരുടെ ചിത്രം പതിച്ച രാവണരൂപം ABVP കത്തിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. മാവോയിസം, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള പ്രതിഷേധം തീർക്കുകയാണെന്ന് ആണ് ABVPയുടെ വാദം. പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചതിൽ വീഴ്ച സംഭവിച്ചതായി മുൻ SHO PM രതീഷ്. ദക്ഷിണ മേഖല IG ശ്യാം സുന്ദറിന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിനുള്ള മറുപടിയിലാണ് രതീഷ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. രതീഷിനെതിരെ കൂടുതൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. കൊച്ചി കടവന്ത്ര സ്റ്റേഷനിൽ CA ആയിരിക്കെയാണ് രതീഷിനെ സസ്പെൻഡ് ചെയ്തത്.